ആരെങ്കിലും നമുക്ക് ചെറിയതോ വലിയതോ ആയ ഏത് നിലയിലുള്ള ഉപകാരം ചെയ്താലും അവരോട് നന്ദി പറയുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. പലപ്പോഴും നമ്മൾ അത് ചെയ്യാറുമുണ്ട്. എന്നാൽ ചിലരൊക്കെ അല്ലെങ്കിൽ ചിലതൊക്കെ നമുക്ക് നന്ദി എന്ന വാക്കുകൊണ്ട് ഒതുക്കാൻ കഴിയില്ല. അത്രയും വലിയ ഉപകാരമായിരിക്കും അവർ നമുക്ക് വേണ്ടി ചെയ്യുന്നത്. ദൈവം നമുക്ക് അനേക ഉപകാരങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണമെന്നത് വാസ്തവത്തിൽ നമ്മുടെ ആവശ്യകത തന്നെയാണ്. എബ്രായ ലേഖനത്തിൽ നമ്മൾ നന്ദിയുള്ളവരായിരിക്കണമെന്ന് പറയുന്നുമുണ്ട്, പഠിപ്പിക്കുന്നുമുണ്ട്. ദൈവം ചെയ്യുന്ന എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി എന്ന വാക്കുകൊണ്ട് മാത്രം തീർക്കാവുന്നതാണോ? അത്രയ്ക്കും വലിയ കാര്യങ്ങളാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നത്. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർ ധ്യാനത്തിനായി 116 സങ്കീർത്തനം 12 വാക്യം വായിക്കട്ടെ. യഹോവ എനിക്കു ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ഈ സങ്കീർത്തന രചയിതാവിന്റെ പേര് ഇവിടെ വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും ഒരാൾ തന്റെ അനുഭവത്തോട് ചേർത്ത് വെച്ച് പാടി സന്തോഷിച്ച ഒരു സങ്കീർത്തനമാണിത്. നമുക്കും എക്കാലത്തും ഉപകാരപ്പെടുന്നതും ഉപയോഗപ്രദവുമാണ്. ദൈവത്തിന് എന്ത് പകരം കൊടുക്കുമെന്ന് ചോദിച്ചിട്ട് അടുത്ത വാക്യത്തിൽ താൻ അതിന് ഉത്തരവും പറയുന്നുണ്ട്. ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ചില ആളുകൾക്കെങ്കിലും ദൈവം ചെയ്ത നന്മകളെ കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നതിൽ മടിയാണ്, വിമുഖതയാണ്. എന്നാൽ ഉന്നതരായ ചില വ്യക്തികളുണ്ട്. അവർക്ക് ദൈവം ചെയ്ത നന്മകൾ വിളിച്ചു പറയുന്നതിൽ അല്പം പോലും മടിയില്ല, ശങ്കയില്ല. വിശ്വോത്തര ടെന്നീസ് താരം മഹേഷ് ഭൂപതിയെ അറിയാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. പിതാവും പ്രശസ്തനായ ഒരു ടെന്നീസ് താരമായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് കൃഷ്ണ ഭൂപതി. മഹേഷ് ഭൂപതിയുടെ അമ്മയും കൃഷ്ണ ഭൂപതിയുടെ ഭാര്യയുമായ മീര അടുത്തിടെ ഒരിക്കൽ കൊച്ചിയിൽ വന്നു. മീര എന്നത് ഒരു മലയാളി പേരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമോ എന്തോ. വനാട് പുത്തൻപറമ്പിൽ ചാക്കോ മേരി ദമ്പതികളുടെ മകളാണ് മീര. അധികം അറിയപ്പെടാൻ ആഗ്രഹിക്കാത്ത ഒരു മാന്യ വനിതയാണവർ. തന്നെയുമല്ല, വിനയസമ്പന്നയാണ്. ക്രിസ്തീയ സുവിശേഷ യോഗങ്ങളിൽ പ്രസംഗിക്കുവാനും അനുഭവ സാക്ഷ്യം പ്രസ്താവിക്കുവാനുമാണ് മീര വന്നത്. അവരുടെ അനുഭവ സാക്ഷ്യം ഒന്നു മാത്രം മതി ആയിരങ്ങളെ ദൈവവചന കേൾവിയിലേക്ക് ആകർഷിക്കുവാൻ. പത്രപ്രവർത്തകർക്കായി മാത്രം അനുവദിച്ച ഒരു സമ്മേളനം ഒരിക്കൽ നടന്നു കൊച്ചിയിൽ. ഒരു പത്രപ്രവർത്തകൻ അവരോട് ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു: മകന്റെ വിജയങ്ങൾക്ക് പിന്നിലെ രഹസ്യം എന്താണ്? അതായത് മഹേഷ് ഭൂപതിയുടെ വിജയങ്ങൾക്ക് പിന്നിൽ എന്താണ് രഹസ്യം? ഒട്ടും സമയം വൈകാതെ അവർ വേഗത്തിൽ തന്നെ പറഞ്ഞ മറുപടി ഇതായിരുന്നു: പ്രാർത്ഥന, പ്രാർത്ഥന, പ്രാർത്ഥന ഒന്നു മാത്രം. അവൻ കളിക്കളത്തിലിറങ്ങി കളി തുടങ്ങുമ്പോൾ ഞാൻ ഇവിടെ പ്രാർത്ഥന തുടങ്ങും. പ്രാർത്ഥനയ്ക്ക് ശേഷം ലഭിച്ച ശമൂൽ ബാലനാണ് എന്റെ മകനായ മഹേഷ്. അവൻ ഒരു അത്ഭുത ശിശുവാണ്. കൃഷ്ണ ഭൂപതി എന്നും മഹേഷ് ഭൂപതി എന്നും പറയുന്ന ഇവരുടെ മകനും ഭർത്താവും, രണ്ടുപേരുടെ പേരും വ്യത്യസ്തമായി ഞാൻ മനസ്സിലാക്കിയല്ലോ ആദ്യം തന്നെ. ഇവർ ഉള്ളപ്പോൾ തന്നെ ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, ഇവരുടെ പേരിലാണ് താങ്കൾ അറിയപ്പെടുവാൻ ആഗ്രഹിക്കുന്നത്, മകന്റെ പേരിലോ ഭർത്താവിന്റെ പേരിലോ? അതിനും ഉത്തരം ദീർഘിച്ചില്ല. വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം പറഞ്ഞു: ഭർത്താവായ യേശു ക്രിസ്തുവിന്റെ വിശ്വസ്ത സാക്ഷി എന്നാണ് ഞാൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്. വിശ്വസ്ത സുവിശേഷകയായിരുന്ന അന്നമ്മ മാമനെ അറിയാത്തവരാരുമില്ലല്ലോ. അവർ പറഞ്ഞതായി രേഖപ്പെടുത്തിയ ചില വാക്കുകൾ ഇങ്ങനെയാണ്: ഈ ചിത്ര മഹാരാജാവിന്റെ കൊട്ടാരത്തിനടുത്ത വീട്ടിൽ ഒരു രാത്രിയിൽ എനിക്ക് കഴിഞ്ഞുകൂടേണ്ടി വന്നു. ഒരു രാത്രിയിൽ ഞാൻ വളരെ നേരം ഉച്ചത്തിൽ പ്രാർത്ഥിക്കുകയുണ്ടായി. പ്രാർത്ഥനയുടെ ശബ്ദം മഹാരാജാവിന്റെ പള്ളി ഉറക്കത്തിന് തടസ്സമായി. കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി. രാത്രിയിൽ ഒച്ച ഉണ്ടാക്കി ഉറക്കം തടസ്സപ്പെടുത്തിയതിനാണ് എന്ന് പറഞ്ഞപ്പോൾ വളരെ വിനയത്തോടെ അന്നാമാമൻ ഇങ്ങനെ മറുപടി പറഞ്ഞത്രേ: ഇനി അങ്ങയുടെ കൊട്ടാരത്തിനടുത്തുള്ള കാഴ്ച ബംഗ്ലാവിൽ കിടക്കുന്ന സിംഹം അലറുന്നത് ദിവസേന അങ്ങ് കേൾക്കുന്നുണ്ടല്ലോ. സിംഹത്തിന് ഇത്രമാത്രം ശബ്ദമുണ്ടാക്കുവാൻ സ്വാതന്ത്ര്യമുള്ളപ്പോൾ മനുഷ്യ സ്ത്രീയായ എനിക്ക് ആ സ്വാതന്ത്ര്യം ഇല്ലെന്ന് വരുമോ? മാത്രമല്ല, ഞാൻ യഹൂദ ഗോത്രത്തിലെ സിംഹമായ യേശുവിന്റെ മകളാണ്. അന്നാമ്മ മാമന്റെ വാക്കുകൾക്ക് മുമ്പിൽ രാജാവിന് മറുപടി ഇല്ലാതെ പോയി എന്നാണ് ഞാൻ ആ പുസ്തകത്തിൽ വായിച്ചത്. യേശുവിനെ സാക്ഷിക്കുന്നു എന്ന് പറയുന്നത് ഒരു ജാതിയെ സാക്ഷീകരിക്കുന്നു എന്നല്ല. ലോകത്തിലെ മുഴുവൻ ആളുകളുടെയും പാപങ്ങൾക്ക് പരിഹാരമായി കാൽവരി ക്രൂശ് യാഗമായ ദൈവപുത്രനായ ക്രിസ്തുവിനെ സാക്ഷിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ജാതിയുടെയോ മതത്തിന്റെയോ ദൈവമല്ല യേശു ക്രിസ്തു. ഇവിടെ മനുഷ്യർ അതിനെ ജാതിയാക്കിയെങ്കിൽ ദൈവം അതിന് ഉത്തരവാദിയല്ല. നോക്കൂ പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകൾ മറക്കരുത്, മറച്ചു വെക്കരുത്. എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി ഓടിച്ചെല്ലേണ്ട സ്ഥലമല്ല ദൈവത്തിന്റെ പാദപീഠം. ദൈവം ചെയ്ത നന്മകൾ ഓർത്ത്, നമുക്ക് വേണ്ടി കർത്താവ് സഹിച്ച പങ്കപ്പാടുകൾ ഓർത്ത് ക്രൂശിനെ ധ്യാനിച്ച് സമയം ചെലവിടുവാൻ അത്രേ ദൈവത്തിന്റെ പാദപീഠത്തിൽ നമ്മൾ കടന്നു ചെല്ലേണ്ടത്.
അത് ഒരിക്കലും നമുക്ക് ദോഷമായി തീരുകയില്ല എന്ന് മാത്രമല്ല, നമ്മൾ ദൈവത്തിന്റെ പാദപീഠത്തിൽ ചെലവിടുന്ന സമയങ്ങൾ നമ്മുടെ അവസ്ഥ തിരിച്ചറിഞ്ഞ്, അല്ല നല്ലോണം തിരിച്ചറിഞ്ഞ്, കുറെ കൂടെ ശരിയാക്കി പറഞ്ഞാൽ ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത നിലകളിൽ തിരിച്ചറിഞ്ഞ് അതിന് പരിഹാരമുണ്ടാക്കാതെ ദൈവം നമ്മെ ഉപേക്ഷിക്കുകയില്ല. ഞാൻ നിങ്ങൾക്ക് കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയെ സാക്ഷിപ്പാൻ ലഭിച്ച ഈ മഹാഭാഗ്യത്തിനായിട്ട് സ്തോത്രം. തുടർന്നും മരണം വരെ അങ്ങയുടെ സാക്ഷിയായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു